ജാതി സെൻസസ് നടത്താൻ തീരുമാനമായി. അടുത്ത സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തും. ജാതി രാഷ്ട്രീയം ശക്തമായ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ജാതി സെൻസസിന് കേന്ദ്രം അനുമതി നൽകിയത്. കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് ക്യാബിനറ്റിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി എടുത്ത ഈ തീരുമാനം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത്. ജാതി സെൻസസ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മന്ത്രി മടങ്ങി. സെൻസസ് എന്നത് വ്യക്തമല്ല. 10 വർഷത്തിലൊരിക്കലുള്ള സെൻസസ് അവസാനമായി നടന്നത് 2011 കോവിഡ് മൂലം 2021 സെൻസസ് നടന്നില്ല. 2010 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജാതി സെൻസസ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും സർവേ മാത്രമാണ് നടത്തിയത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായാണ് സെൻസസിൻ്റെ ഭാഗമായി ജാതി കണക്കെടുപ്പ് നടത്താൻ പോകുന്നത്. 1931 ജാതി സെൻസസ് നടന്നിരുന്നു. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകൾ ജാതി സർവേകൾ നടത്തി. 2022 ബീഹാറിലും ജാതി സർവേ നടന്നിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലം ഇത്രയും വേണ്ടി വന്നു. BJP വരേണ്ടി വന്നു ജാതി തിരിച്ച് ഒരു കണക്കെടുപ്പ് നടത്താൻ. പ്രതിപക്ഷ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങി എന്ന് പറയുമ്പോഴും ഇത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്യാതിരുന്നത് എന്ന് ഒരു ചോദ്യം ഉയരും. ആരെയോ സംരക്ഷിക്കാൻ, സംവരണം നൽകാൻ സൗകര്യപൂർവ്വം മാറ്റിവെച്ചതല്ലേ?